നമ്മൾ കഴിക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം എന്താണ്? സംശയമില്ല, പഴങ്ങൾ തന്നെ. ഇത് പറയാൻ കാരണങ്ങൾ പലതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ഈ വായുടെ നേരെ മുകളിൽ എന്തിനാ ഈ മൂക്ക് വച്ചിരിക്കുന്നത്? എന്ത് ഭക്ഷണവും നമ്മൾ വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ആ വാസന അത് മൂക്കിനറിയാം ഇല്ലേ? അപ്പം നല്ല വാസന ഉള്ളത് എപ്പോഴും നല്ല ഭക്ഷണമായിരിക്കും. ദുർഗന്ധമുള്ളത് നമുക്ക് ആർക്കെങ്കിലും കഴിക്കാൻ ഇഷ്ടമുണ്ടോ? നമ്മൾ കഴിക്കുമോ? ഇല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വായ്ക്കകത്ത് ഈ നാവ് തന്നിരിക്കുന്നത് എന്തിനാ? രുചി അറിയാൻ. ഏതെങ്കിലും പഴം, സാധാരണ പഴങ്ങളൊക്കെ നല്ല സ്വാദുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചപ്പെടുത്താം ഇത് വളരെ നല്ല ഒരു ഭക്ഷണമാണെന്ന്. പിന്നെ മൂന്നാമതായിട്ട്, നമുക്ക് വേവിക്കാനൊന്നും പോകണ്ട ഭക്ഷണങ്ങൾ അതേപടിയില്ലേ, ആ തൊളിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം. യാതൊരു ദഹന പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല, പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും. എന്ന് തന്നെയല്ല, പഴങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരമൊക്കെ ഒന്ന് ലൈറ്റായിട്ട് തോന്നും. വലിയ ഈ വയറ്റിലിങ്ങനെ ഇരവഴിഞ്ഞ പോലെയൊന്നും നമുക്ക് തോന്നില്ല. പക്ഷെ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന, ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ 1 or 2 പഴമെടുത്ത് കഴിക്കുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ അത് പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. ഈ പൊളിച്ചത് കെട്ടൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പഴം കഴിക്കുമ്പം അത് തന്നെ കഴിക്കുക. അത് ഒരു നേരം പഴം തന്നെയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതായിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ പ്രകൃതി ഇങ്ങനെയൊക്കെ നമുക്ക് തരുമ്പോൾ നമ്മളെന്തിനാ മറ്റേ ആവശ്യമില്ലാത്തതൊക്കെ അന്വേഷിച്ച് പോകണതല്ലേ? പക്ഷേ എപ്പോഴും ഇത് തന്നെ കഴിക്കാനൊന്നും പറയില്ല കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് വേണം. പച്ചക്കറികൾ വേണം, ധാന്യങ്ങൾ വേണം, ഇത് നമ്മുടെ നട്ട്സിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട അതൊക്കെ നമ്മൾ കഴിക്കണം. പക്ഷേ ഇത് സധൈര്യം നമുക്ക് കഴിക്കാം. അതുകൊണ്ട് എല്ലാവരും പഴങ്ങൾ കഴിക്കൂ, ആരോഗ്യത്തോടെ ജീവിക്കൂ.